നിർമ്മാണം പൊളിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങളെ തുടർന്ന് 3 കടകൾ എൻ്റെ പേരിലുണ്ടെന്നുള്ളതൊരു ആരോപണമാണ് ഇപ്പം ഭയങ്കരമായിട്ട് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ പേരിൽ അവിടെ 1 സെന്റ് പോലും ഇല്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം ഞാൻ. അതായത് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ പണ്ടേ ഉള്ളതാണ്. 1995 അമ്മയുടെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയതാണ്. കുറച്ചൊരു 1.25-2 സെന്റിൻ്റെ അകത്തേ ഉള്ളൂ. അതിനകത്ത് അന്ന് മുതലേ ഒരു ടെമ്പററി ഷെഡുണ്ട്. അതും ഒരു ഷെഡ് തന്നെയാണ്. അതാണ് ഭർത്താവിൻ്റെ പേരിലുള്ളതാണ്. അതിൻ്റെ ടാക്സ് അടയ്ക്കുന്നത് കൊണ്ട് ടെമ്പററി ടാക്സ് ആണ്, യൂണിയൻ നമ്പറാണ്. അത് ഇത്രയും നാളുകൊണ്ട് അതിലുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഭർത്താവായ ഹേമചന്ദ്രൻ്റെ കുടുംബ ഓഹരി കിട്ടിയതാണ് ആ ക്ലിഫിലുള്ളത്. അല്ലാതെ മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ പേരിലുള്ളത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടും വസ്തുവും മാത്രമാണ്. അല്ലാതെ ആ ക്ലിഫ് ഏരിയയിൽ എൻ്റെ സ്വന്തമെന്ന് പറയാൻ 1 സെന്റ് പോലും ഇല്ല. അപ്പം ഈ 3 കടകൾ, മുനിസിപ്പാലിറ്റിയിൽ ഈ 3 കടകൾ ഉണ്ടെന്ന് ഈ ഇലക്ഷനും ഒക്കെ വളരെ മുന്നെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അതിനൊരു അപേക്ഷ കൊടുത്തിരുന്നു. അങ്ങനെ ഒന്ന് ഇല്ലെന്നും എൻ്റെ പേരിൽ ആ ഭാഗത്ത് 1 കടകൾ പോലും ഇല്ലെന്നും എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണെന്നും അത് എനിക്ക് സത്യസന്ധമായി ഈ രജിസ്റ്ററിൽ, അത് രജിസ്റ്ററിൽ അസസ്മെന്റ് രജിസ്റ്ററിലും അല്ല, അവിടെ കിടക്കുന്നത് ഈ അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിന്റെ ലിസ്റ്റിലാണ്. അസസ്മെന്റ് രജിസ്റ്ററിലേ അല്ല, അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിന്റെ ലിസ്റ്റിലാണ് എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള അത് മാറ്റി എൻ്റെ പേരിലുള്ള 3 കടകളാക്കിയാണ് അവിടെ തന്നിരുന്നത്. അപ്പൊ അതിനെതിരായിട്ട്, അതിനെന്ന് വെച്ചാൽ അത് സത്യസന്ധമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അന്ന് ഒരു അപേക്ഷയും കൊടുത്തിരുന്നു. അത് അപേക്ഷ കൊടുത്തിരുന്നത് 17/10/2025 ആ അപേക്ഷ കൊടുത്തിരുന്നത്. അത് എനിക്ക് മാറ്റി തരണമെന്ന് കാണിച്ചുകൊണ്ടാണ് അപേക്ഷ കൊടുത്തിരുന്നത്. പക്ഷെ അത് മാറ്റുകയോ അന്ന് കടന്നതിൽ നിന്ന് മാറ്റുകയോ ചെയ്തില്ല. ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എനിക്കിപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. അപ്പം അതുപോലെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ റവന്യൂ സെക്ഷനിൽ ഭർത്താവിൻ്റെ പേരിലുള്ളത് 230 UA നമ്പർ ഇട്ട 28ാം വാർഡിൽ അത് ഞാൻ ടാക്സും അടയ്ക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോഴും എനിക്ക് നിലവിലുള്ളത്. സത്യസന്ധമായിട്ടാണ് ഞാനിത്, നിങ്ങളത് എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കിതിൽ കൂടുതലായിട്ട് എനിക്ക് ബോധ്യപ്പെടുത്തി മാറി കിട്ടിയെന്ന് വെച്ചാൽ, അന്ന് മാറി കിട്ടാനായിട്ട് അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ ആ ലിസ്റ്റ് ഒന്നും മാറി കിട്ടിയിട്ടില്ല. പക്ഷെ റവന്യൂവിൽ കിടക്കുന്നത് ഭർത്താവിൻ്റെ പേരിലും എഞ്ചിനീയറിംഗ് സെക്ഷനിലെ ഈ ലിസ്റ്റിൽ അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിന്റെ ഈ 3 ലിസ്റ്റിലുമാണ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഞാൻ വന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ സഞ്ജയ് ലീല ദീപ എന്ന് പറയുന്നത് ഒരു കട മാറി. പിന്നെ രണ്ടാമത് എനിക്കറിയില്ല, രണ്ടാമത്തെ കട ഏതെന്ന് പോലും അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 3 കടകളിലും, എൻ്റെ പേരിലുള്ള 3 കടകളിലും ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ്, ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ തന്ന അൺഓതറൈസ്ഡ് ലിസ്റ്റിൽ തന്നെ എനിക്ക് തന്നിരിക്കുന്നതിൽ ഭർത്താവിൻ്റെ പേരിലുള്ള ഒരു കട മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്.